തലേ ദിവസം അരി പൊതിർത്ത് വെച്ചിരുന്നു. പിറ്റേന്ന് എണീറ്റിട്ട് തീരുമാനിക്കാം എന്താ ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചതാ. ഗ്രൈൻഡർ പോയതുകൊണ്ട് കുറേ ദിവസമായി അരി അരക്കാത്തത്. അപ്പോൾ ഇന്ന് ഗ്രൈൻഡർ ഇന്നലെ കിട്ടിയപ്പോൾ ഇന്ന് ഗ്രൈൻഡറിൽ അരച്ചെന്തെങ്കിലും ചൂടാന്ന് വിചാരിച്ചു. അങ്ങനെ ഐറ്റം ഇപ്പം എന്തായാലും മനസ്സിലായല്ലോ, അട ചൂടാന്ന് വിചാരിച്ചു. അടയ്ക്ക് പിന്നിൽ ഒരു കഥയുണ്ട്. എനിക്ക് അട ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ചെറുപ്പത്തിൽ തറവാട്ടിൽ ഓല മേഞ്ഞ വീട്ടിൽ ഉള്ള സമയത്ത് ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ ഉടനെ കണിയായിട്ട് കണ്ടത് എൻ്റെ കയ്യിൻ്റെ വിരലും മേലെ ഒരു ചേരട്ട കയറിയിനി. ചേരട്ടാന്ന് പറഞ്ഞാൽ മനസ്സിലാവും, ഒരു ഞങ്ങളെ നാട്ടിൽ ചേരട്ടാന്നാണ് പറയുക, നിങ്ങൾ വേറെന്താ പറയുക എനിക്കറിയില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു അറപ്പവും വിഷമവും ഒക്കെ തോന്നി. ഞാൻ ചെറുതായിരുന്നു അന്ന്. രാവിലെ ആണെങ്കിൽ നല്ല അടയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് കുളിച്ചിട്ട് പോലും ഈ വിഷമം മാറുന്നില്ലായിരുന്നു. അതുകൊണ്ട് അന്ന് അടയൊന്നും കഴിക്കാൻ തോന്നിയില്ല. ആ ഒരു കഥയാണ് ഇന്ന് ഓർമ്മ വരുന്നത്. ഇവിടെ എല്ലാവർക്കും അട ഇഷ്ടമാണ്. പിന്നെ അട കഴിക്കാൻ കുഞ്ഞിപ്പെണ്ണും റെഡിയാണ്. അപ്പോൾ പിന്നെ പ്രശ്നമില്ല, എല്ലാവർക്കും വേണ്ടി ഇതന്നെ ഉണ്ടാക്കുക, സെപ്പറേറ്റ് ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. അങ്ങനെ അടയൊക്കെ കഴിച്ച് അൽഷുമോൾക്ക് ഇന്ന് എക്സാം പേപ്പർ ഇന്നലെ കിട്ടിയതൊക്കെ സൈൻ ചെയ്യണമായിരുന്നു. അതൊക്കെ സൈൻ ചെയ്തു. ഇന്ന് സ്കൂളിൽ സയൻസ് ആൻഡ് ക്രാഫ്റ്റ് എക്സിബിഷനാണ്. അപ്പോൾ മോള് എല്ലാം റെഡിയാക്കി കൊണ്ടുപോകാൻ റെഡിയായി നിൽക്കുകയാണ്. ചേച്ചി എന്തൊക്കെയായി കളിക്കുന്നത് നോക്കിയിട്ട് ആൻലുമോളും നിൽക്കുന്നുണ്ട്. ഈ പല കളേഴ്സ് കണ്ടിട്ടാണോ എന്നറിയില്ല, അവൾ വന്നെല്ലാം നോക്കുന്നുണ്ട്. ഞങ്ങൾ മീനിനെ കാണിച്ചു കൊടുത്തു. മീൻ മാത്രമല്ലേ ഇപ്പം അവൾക്ക് മനസ്സിലാവുന്നുള്ളൂ, പിന്നെ ചെടിയും. അങ്ങനെ പെട്ടെന്ന് ജീപ്പ് വന്നു. ഇത്ര നേരം ചേച്ചി കളിക്കാൻ കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പെട്ടെന്ന് ജീപ്പ് വന്നപ്പോൾ ആൻലുമോൾക്ക് വിഷമായി. അവൾ സങ്കടത്തോടെ നോക്കി നിന്നു. ഇനിയിപ്പോൾ വൈകുന്നേരം വന്നിട്ട് കളിക്കാമല്ലോ.